ഹലോ, ഇന്ന് രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി എടുത്ത് അതൊരു അരിപ്പയിൽ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അല്പം നെയ്യോടം ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നെയ്യോടെ ഒഴിച്ച് ഉപ്പും നെയ്യും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം എടുക്കുക. ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ട് അത് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് കുഴയ്ക്കുമ്പോൾ ഞാൻ ചിരിച്ചു തന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ദേഷ്യം വരണ ദേഷ്യമൊക്കെ ഇറക്കി വയ്ക്കാൻ ഏറ്റവും നല്ല പരിപാടി ചപ്പാത്തി കുഴയ്ക്കുകയെന്ന് എനിക്ക് തോന്നണേ. നമ്മുടെ കുറച്ച് പ്രഷറൊക്കെ അങ്ങ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാനങ്ങനെ കുഴച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കൊണ്ടുപോകാനായിട്ട് അച്ചിങ്ങ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തോരന് വേണ്ടിയേ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അല്പം കൂടിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ചീഞ്ചട്ടിയിലേക്ക് അത് കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കടുക് വറുക്കാൻ എടുക്കാമല്ലോ എന്ന് വെച്ച് മാറ്റി ഒഴിച്ചു വെച്ചു. ഇനി പിന്നെ ചപ്പാത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം അത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ചിങ്ങ ഉണ്ടാക്കലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മസാലക്കറിക്കൊക്കെ അരിഞ്ഞത് അതൊക്കെ അടുപ്പത്തേക്ക് വെക്കണ ആ ടൈം വരെ എൻ്റെ ചപ്പാത്തി അവിടെ റെസ്റ്റ് ടൈമിലായിരുന്നു. പിന്നെയാണ് ഞാൻ അതെടുത്ത് നന്നായി പരത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല, എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നും ഇഡ്ഡലിയും ദോശയും പുട്ടും ഒക്കെ തന്നെയാണ് എനിക്ക്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നി നല്ല ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചപ്പാത്തി നല്ല ഉരുളക്കിഴങ്ങ് കറിയും. അപ്പം രാവിലെ കുളിച്ച് റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിന്ന് കഴിക്കാനോ ടൈം. ഹരിയാട്ടൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം ആസ്വദിച്ചിരുന്ന് കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി പുതിയ വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.